വയർലെസ് ട്രിഗറുകൾ എന്നാൽ ക്യാമറയും ഫ്ലാഷും തമ്മിൽ വയർ അല്ലെങ്കിൽ കേബിൾ ഇല്ലാതെ കണക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയാണ് വയർലെസ് ട്രിഗറിങ് എന്ന് പറയുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വയർലെസ് ട്രിഗറിങ്ങിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഓപ്റ്റിക്കൽ ട്രിഗറിങ് എന്നാണ് വിളിക്കുന്നത്. ഓപ്റ്റിക്കൽ ട്രിഗറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാസ്റ്ററും ഒരു സ്ലേവും ഉണ്ടാവണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്റ്റിക്കൽ ട്രിഗറിങ് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ഒരു സെറ്റപ്പിൽ നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ, ഫ്ലാഷ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഫ്ലാഷുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒന്ന് നമ്മുടെ ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ മൗണ്ട് ചെയ്തിരിക്കണം, മറ്റൊന്ന് നമുക്ക് ഫീൽഡിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ക്യാമറയിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ് നമ്മൾ ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഫ്ലാഷിൽ തട്ടുകയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഫ്ലാഷ് അപ്പോൾ പ്രവർത്തിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ഇപ്പോൾ ക്യാമറയിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാഷ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ ഫ്ലാഷ് ആയാലും ഈ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. അതിന് എക്സ്റ്റേണൽ ഫ്ലാഷ് തന്നെ മൗണ്ട് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പോപ്പപ്പ് ചെയ്യുന്ന ആ ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ബിൽറ്റ് ഇൻ ഫ്ലാഷ് ഫയർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ട്രിഗറിങ് മോഡിൽ എനേബിൾ ചെയ്തിട്ട് ഫീൽഡിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ മോഡലിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലാഷ് അത് അപ്പോൾ തന്നെ ഫ്ലാഷ് ഫയർ ചെയ്യും. അതിന് ടൈമിംഗ് ഒക്കെ ഏകദേശം നമുക്കൊരു നോർമൽ ഫ്ലാഷിൻ്റെ ടൈമിംഗ് മാത്രമേ കിട്ടുള്ളൂ. ഹൈ സ്പീഡ് ഫ്ലാഷായിട്ട് ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഒരു സിങ്ക് സ്പീഡ് ഡബിളായിട്ടാണ് വരിക. അതായത് 1/250 കൂടുതൽ വരും ഇതിൻ്റെ സിങ്ക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഹൈ സ്പീഡിന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു നോർമൽ ഫ്ലാഷ് മെത്തേഡിൽ നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഒരു 80 to 200 ഷട്ടർ സ്പീഡ് വരുന്ന ഫോട്ടോഗ്രാഫിക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി എന്താണ് ഇതിൻ്റെ പോരായ്മ എന്ന് നോക്കാം. പോരായ്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കല്യാണമാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ ട്രിഗറിങ് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ ഒരു ഫ്ലാഷ് മൗണ്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് നിങ്ങളുടെ കല്യാണ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കല്യാണ ചെക്കൻ്റെ ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ വേറൊരു ഫോട്ടോഗ്രാഫറുണ്ട്. നമ്മുടെ ഫ്ലാഷ് ഓപ്റ്റിക്കൽ ട്രിഗർ ആയതുകൊണ്ട് തന്നെ 2 പേര് ഫ്ലാഷ് ചെയ്യുമ്പോഴും നമ്മുടെ ഫ്ലാഷ് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ ഫ്ലാഷ് ട്രിഗർ ചെയ്യുമ്പോഴും അത് നമ്മുടെ ഫ്ലാഷാണോ അല്ല മറ്റൊരാളുടെ ഫ്ലാഷിൻ്റെ ലൈറ്റാണോ എന്ന് നമ്മുടെ സ്ലേവ് ഫ്ലാഷിന് തിരിച്ചറിയാൻ പറ്റില്ല. അത് എല്ലാ സമയത്തും അതിൻ്റെ മുകളിലോട്ടൊരു ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഫയർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഫോട്ടോഗ്രാഫി കൊണ്ടെത്തിക്കാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് ഫ്ലാഷ് അടിയേണ്ട സമയത്ത് ഇതിന് തൊട്ട് മുൻപേ ഓപ്പോസിറ്റുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റൊരാൾ ഫ്ലാഷ് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഫ്ലാഷ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല. അതിൻ്റെ ബാറ്ററി, കാരണം ഒരു പരിധിയിൽ കൂടുതൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും. രണ്ടാമത്തത് ഏതൊരു ഫ്ലാഷിനും ഒരു റീസൈക്ലിംഗ് ടൈമുണ്ട്. റീസൈക്ലിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ ഹൈ പവർ ഒറ്റയടിക്ക് വലിച്ചെടുത്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററി നല്ല പോലെ പവർ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരാൻ കുറച്ചൊരു ടൈം വേണം. ആ ഒരു ടൈമിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് ടൈം എന്ന് പറയുന്നത് ഫ്ലാഷിൻ്റെ. ഓക്കെ, അപ്പോൾ റീസൈക്ലിംഗ് ടൈമിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. അങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലാഷ് ഫയർ ചെയ്യില്ല, നമുക്ക് വേണ്ടി ഫയർ ചെയ്യില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ മാത്രമാണ് ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന ആളുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റിക്കൽ ട്രിഗറിങ് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം ഇതൊരു വൻ പരാജയമായി മാറും. അതുകൊണ്ട് ഓപ്റ്റിക്കൽ ട്രിഗറിങ് എന്ന മെത്തേഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ഉപയോഗിക്കാം. കൂടുതൽ ആൾക്കാർ മറ്റു ഫോട്ടോഗ്രാഫേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ മെത്തേഡ് പരീക്ഷിക്കാൻ നിൽക്കരുത്, അത് പരാജയപ്പെട്ടു പോകും. ഇനി ഓപ്റ്റിക്കൽ ട്രിഗറിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറഞ്ഞ ചിലവിൽ വയർലെസ് ആയിട്ട് ഫ്ലാഷിനെ ട്രിഗർ ചെയ്യിക്കാം എന്നുള്ള ഒരൊറ്റ ഗുണം മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫ്ലാഷും, അതായത് മാസ്റ്ററും സ്ലേവും തമ്മിൽ നേരിട്ട് കാണുന്ന ഡിസ്റ്റൻസിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അവ തമ്മിൽ കണക്റ്റ് ആവില്ല. ഇവിടുന്ന് അടിക്കുന്ന, നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് അടിക്കുന്ന ഫ്ലാഷിൻ്റെ ലൈറ്റ് നിങ്ങളുടെ സ്ലേവ് ഫ്ലാഷ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിന് നേരെ അതിൻ്റെ സെൻസറിലേക്ക് പതിയുന്ന ദൂരത്തിലായിരിക്കണം. അതായത് മാക്സിമം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 മീറ്ററൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 10 മീറ്റർ തന്നെ വളരെ കൂടിയ ഒരു ദൂരമാണ്. ചിലപ്പോൾ അതിൽ ഒരു 15-20 അടി ദൂരത്തൊക്കെയാണ് പരമാവധി ഇത് വയ്ക്കാൻ പറ്റുക. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലാഷ്
ഫയർ പല സമയത്തും ചില സമയത്ത് ലൈറ്റ് അടിക്കും, ചിലപ്പോൾ അടിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ ഓപ്റ്റിക്കൽ ട്രിഗറിങ് എന്ന ഈ മെത്തേഡ് ഒഴിവാക്കുക. ഇത് സാധാരണയായിട്ട് ഓപ്റ്റിക്കൽ ട്രിഗറിങ് നിങ്ങൾക്ക് കിട്ടുക ഏറ്റവും വില കുറഞ്ഞ ഫ്ലാഷുകൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വയർലെസ് ട്രിഗറിങ് ഓപ്റ്റിക്കൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ കരുതും ഇത് വയർലെസ് ട്രിഗറൊക്കെ ഉള്ളതാണ്, എനിക്ക് ഉപയോഗിക്കാം എന്ന രീതിയിൽ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലാണ് വർക്ക് ചെയ്യുക. അത് അവരെഴുതിയിരിക്കുന്നത് സത്യമാണ്, വയർലെസ് ട്രിഗറിങ് അതിനകത്തുണ്ട്, അതായത് ഓപ്റ്റിക്കൽ ട്രിഗറാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കതൊരു നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൺ മാൻ ഷോ ആയിട്ടുള്ള ഏത് ഫോട്ടോഷൂട്ടിനും അത് ഉപയോഗിക്കട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓൾറൈറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഈ ഫ്ലാഷ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിന് ഒരു നിയന്ത്രണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതും ഒരു പ്രധാന പ്രശ്നമാണ്.